കോട്ടയം നഗരസഭയിലെ 28-ാം വാർഡിൽ ശുദ്ധജലം എത്താത്തത് ജനജീവിതം ദുസ്സഹമാക്കുന്നു. പള്ളം, പാക്കീൽ, മാവിളങ്ങ് ഭാഗങ്ങളിലാണ് ജല അതോറിറ്റിയുടെ ശുദ്ധജലം എത്താത്തത്. 3 മാസമായി വെള്ളം എത്താതെ ആയതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ് അവിടെ. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് പൈപ്പിലൂടെ ശുദ്ധജലം എത്തിയത്. പിന്നീട് ഇന്നുവരെ വെള്ളം ലഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്കായി ഇപ്പോൾ മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ്. പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് വേനലെത്തുന്നതിന് മുൻപ് താഴ്ന്നു തുടങ്ങിയതും ആശങ്കയുണ്ടാക്കുന്നു. ഈ ഏരിയയിലെങ്ങും ഒരു വാട്ടർ അതോറിറ്റിയുടെ ടാങ്കില്ല, ഉയർന്ന ടാങ്കില്ല. നാട്ടകത്തിൽ നിന്ന് വേണം വരാൻ. അതായത് നാട്ടകത്തിൽ നിന്ന് ഒരു 10-15 വാർഡോളം ആ ഒരു ടാങ്കിൽ നിന്ന് വേണം വരാൻ. അതാണ് മെയിൻ പ്രശ്നം. അത് ഈ ചിങ്ങവന ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒരു ടാങ്കോ ഈ പന്നിമറ്റോ ഈ ബാക്കിലായിട്ടോ എവിടെയെങ്കിലും ടാങ്ക് വെക്കുവാണെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന നാട്ടകം ശുദ്ധജല വിതരണ പദ്ധതി പൂർത്തിയായെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുകയുള്ളൂ. ഇതിനായി പൂത്തുമൂട് പമ്പ് ഹൗസിൽ നിന്നും നാട്ടകത്തെ ഓവർഹെഡ് ടാങ്കിലേക്ക് ജലമെത്തിക്കുന്നതിനുള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. തുടർച്ചയായിട്ട് കിട്ടാതെ വരാൻ തുടങ്ങിയിട്ട് 3.5 വർഷമായി. ഈ 3.5 വർഷമായിട്ട് നമ്മൾ കൃത്യമായിട്ട് മുടക്കമില്ലാതെ പൈസ അടയ്ക്കുന്നുണ്ട്. ഈ വെള്ളം വരാൻ വന്നപ്പോഴത്തേന് പലതവണ വാട്ടർ അതോറിറ്റി കയറി ചെന്നു. അവിടെ ചോദിക്കുമ്പോഴത്തേക്കിന് അവർ നമ്മളോട് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ കട്ട് ചെയ്ത് തരാം, അല്ലെങ്കിൽ പൈസ അടയ്ക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. എന്നാലും അവർ വെള്ളം തരാമെന്ന് ഒരിക്കലും പറയുന്നില്ല. പള്ളിവാതുക്കൽ, പാക്കിൽ, മാവിളങ്ങ് റോഡിൽ 28-ാം കവലയിൽ ജലസംഭരണി സ്ഥാപിച്ചെങ്കിലും ജലസ്രോതസ് കണ്ടെത്താൻ സാധിച്ചില്ല. ജലത്തിനായി 2 കുഴൽക്കിണർ കുഴിച്ചെങ്കിലും ജലം ലഭിക്കാതെയും വന്നു. ഇതും കൂടുതൽ പ്രതിസന്ധിയുണ്ടാക്കി. ശുദ്ധജലം ഇപ്പോൾ പണം നൽകി വാങ്ങേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ള മിക്ക കുടുംബങ്ങൾക്കും. അമിതവില ശുദ്ധജല വിതരണക്കാർ ഈടാക്കുന്നതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് 28-ാം വാർഡ്. എന്തായാലും ഇവിടേക്ക് വെള്ളമെത്തിക്കാൻ മറ്റു മാർഗങ്ങൾ കൂടി തേടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.